ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മക്ടക് മടവണ്ടി. ഞാൻ ശരത്ത് തൃശ്ശൂർ. ഗഡികളെ, നമ്മുടെ വണ്ടിയുടെ പണി ഇങ്ങനെ പതുക്കെ മന്ദഗതിയിൽ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആളുടെ വീട് ദാസപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മളത് ഡാഷ്ബോർഡ് ഞാൻ ഫിറ്റ് ചെയ്തു കേട്ടോ. ഡാഷ്ബോർഡ് ഓൾറെഡി പെയിൻറ്റ് ചെയ്തതാണ്. ഡാഷ്ബോർഡ് ഒറിജിനൽ മേടിക്കാൻ കിട്ടുന്നില്ല. അത് കാരണം ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട്, അതല്ലെങ്കിൽ ഡാഷ്ബോർഡ് വന്ന് പൊളിഞ്ഞു പോകാൻ ചില വണ്ടികളിൽ അങ്ങനെ പൊളിഞ്ഞ് നിൽക്കണുണ്ടാ. വെറും പെയിൻറ്റ് ചെയ്ത് പൊളിഞ്ഞു പോരും. അപ്പോൾ നമ്മളെന്താ ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലാസ്റ്റിക് പ്രൈമർ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പോരില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഡാഷ്ബോർഡ് ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് ഡാഷ്ബോർഡ് ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ബുഷുകളും കാര്യങ്ങളൊക്കെ മേടിച്ചോടുന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് ഓബീൻഡർ കേബിൾ കണക്ട് ചെയ്തു. അത് തന്നെ ഡാഷ്ബോർഡുമ്പോൾ പിന്നെ കണക്ട് ചെയ്യണത് ചോക്ക് കേബിളാണ്, അത് കണക്ട് ചെയ്തു. ബുഷുകൾ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നല്ല ചൂടാണ് ഉണ്ടാ, കാക്കൊള്ളാത്ത വെയിൽ, അതിൻ്റെ ഇടയിൽ വണ്ടി കിടക്കണമെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ ഇനി ഇതുമ്പോൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ മറ്റേ വൈപ്പർ മോട്ടർ കൊടുന്ന് ഫിറ്റ് ചെയ്യണം. വൈപ്പർ മോട്ടർ കൊടുന്ന് ഫിറ്റ് ചെയ്യുമ്പോഴത്തെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല, എൻ്റെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അത് കൊടുന്നിട്ട് പതുക്കെ ഫിറ്റ് ചെയ്യണം. വൈപ്പറാകുമ്പോൾ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ആളുടെ പണി കഴിയണം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ടെസ്റ്റിന് കൊടുക്കാനുള്ള സമയം കിട്ടില്ല എന്ന് എനിക്കൊരു തോന്നൽ, ഉൾത്തോന്നൽ. അത് കാരണം ഇത് ചെയ്തതാണ്. പിന്നെ നമുക്ക് ടൈപ്പ് 1-ൻ്റെ മിറർ കിട്ടിയില്ല കേട്ടോ. തൽക്കാലം ടൈപ്പ് 2-ൻ്റെ മിറർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ടൈപ്പ് 1-ൻ്റെ മിറർ കിട്ടുകയെന്ന് വെച്ചാൽ അന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ട് കളയാൻ പോവാണ്. കാരണം കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ കിട്ടാനില്ല. ഒരുപാട് തപ്പി നമ്മുടെ ഗ്രൂപ്പുകളിൽ ഓരോരുത്തരുടെ അടുത്ത് അവരുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന്, പഴയ കടകളിൽ സ്റ്റോക്ക് ഉണ്ടോയെന്ന് നോക്കി. ഒരു രക്ഷയും പരരക്ഷയില്ല. പിന്നെ ഞാൻ അതുമ്പോൾ പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഓയിലിൻ്റെ ഇത് ഒറിജിനൽ ബൂട്ട് 3 വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഓരോ സാധനങ്ങളും നമ്മൾ പരമാവധി നമുക്ക് ഒറിജിനാലിറ്റി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബ്രേക്ക് ബൂസ്റ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഓയിൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ചുരണ്ടിയിട്ട് എന്താ ഫൈനൽ ടച്ച് പെയിൻറ്റിൻ്റെ ഒക്കെ സമയത്ത് അവിടെ ചുരണ്ടിയിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കാൻ കൊടുക്കണം. അതെല്ലാം ചെയ്യാതെ ഇങ്ങനെ ചൊറി പിടിച്ചോണം നിൽക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ കേട്ടോ. ഈ മാസം അവസാനമല്ല, പകുതിക്ക് ടെസ്റ്റ് കൊടുക്കേണ്ട വണ്ടിയാണ് ഈ നിലയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലല്ല, അതാണ് പ്രശ്നം. എൻ്റെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും രാത്രി പകലാക്കിയിട്ട് നമുക്ക് പണിയും. പക്ഷെ ഇത് ഒക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരിയെന്ന് വെച്ചിങ്ങനെ.